നമസ്തേ. രാമക്ഷേത്രത്തിന്റെ പേരിൽ സമ്പാദിച്ചവർക്ക് ഇനി കണക്ക് പറയേണ്ടി വരും. കുറ്റവാളികൾക്ക് ഇനി ഇളവില്ല. അവർ ആരായാലും രക്ഷയില്ല. അയോധ്യയിലായാലും നിയമം ഒരുപോലെ. ഇപ്പോൾ UP സർക്കാർ നൽകുന്ന സന്ദേശം അതാണ്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ രാജ്യവ്യാപകമായി ചർച്ചയാകുമ്പോൾ നിയമ നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് UP സർക്കാർ നൽകുന്നത്. അയോധ്യ കേസിലെ പ്രതി നിർമ്മിക്കുന്ന പുതിയ വീട് ഇടിച്ചു കളഞ്ഞേക്കും. അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി അയോധ്യ വികസന അതോറിറ്റി അയോധ്യ കേസിലെ പ്രതി ലവ്കുഷ് മിശ്രയ്ക്ക് നോട്ടീസ് നൽകി. 1 കോടി രൂപയാണ് വീടിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരിക്കുന്നത്. അയോധ്യ ക്ഷേത്രത്തിൽ ജോലി കിട്ടിയതോടെ ലവ്കുഷ് മിശ്രയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയായിരുന്നു. പ്രതി ലവ്കുഷ് മിശ്രയുടെ അനധികൃത നിർമ്മാണത്തിന് നോട്ടീസ് നൽകുകയും നിയമലംഘനം തെളിഞ്ഞാൽ കെട്ടിടം പൊളിച്ചു നീക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന നിലപാടിന്റെ ഉദാഹരണമാണ്. ഇതിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് സംബന്ധിച്ചൊരു ചർച്ച തത്വമൈ ന്യൂസിൽ ചെയ്തിരുന്നു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവനാ ക്രമക്കേട് ആരോപണങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നതിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അയോധ്യയോ ഭഗവാൻ ശ്രീരാമന്റെ ഭക്തരെയോ ലക്ഷ്യമിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും രാഷ്ട്രീയ പ്രചാരണത്തിനായി വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഴിമതി കേസിൽ സർക്കാർ വലിയ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ ആരോപണത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മുമ്പ് ശ്രീരാമന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തവരും അയോധ്യയെ നിഷേധിച്ചവരുമാണെന്ന് യോഗി ആരോപിച്ചു. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ കോടതിയിൽ വാദിച്ചവരും ജയ് ശ്രീറാം വിളിച്ച ഭക്തർക്കെതിരെ വെടിവെപ്പ് നടന്ന കാലഘട്ടത്തിന് ഉത്തരവാദികളുമായവരാണ് ഇന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. മുൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും യോഗി ആദിത്യനാഥ് രൂക്ഷമായി വിമർശിച്ചു. ദില്ലിയിൽ അഴിമതി മാത്രമാണ് നടന്നതെന്നും അതിനാൽ അയോധ്യയെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് ധാർമ്മികമായ അവകാശമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJPയുടെ ഡബിൾ എഞ്ചിൻ ഭരണത്തിന്റെ വികസന മാതൃക ദില്ലിയിലും ഉണ്ടായിരുന്നെങ്കിൽ അയോധ്യയെ പോലെ ദില്ലിയും വികസനത്തിന്റെ മാതൃകയായി മാറുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം തെളിവുകൾ ഉണ്ടെങ്കിൽ അവ പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് കൈമാറണമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ശ്രീരാമ ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഇതിനെ സമീപിക്കുന്നതെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ നിയമപരമായ അന്വേഷണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമത്തിന് മുകളിൽ ആരുമില്ലെന്നതാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിലപാടെന്നും ആരോപണങ്ങൾ ഉയർന്നാൽ അന്വേഷണം നടക്കുകയും കുറ്റം തെളിഞ്ഞാൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് യോഗി ആദിത്യനാഥ് ആവർത്തിച്ചു. അതേസമയം തെളിവുകളില്ലാത്ത രാഷ്ട്രീയ ആരോപണങ്ങളിലൂടെ ശ്രീരാമന്റെയും അയോധ്യയുടെയും വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ചമ്പത് റായ്ക്കെതിരെ അയോധ്യ ബാർ അസോസിയേഷൻ പോലീസിൽ പരാതി നൽകി. മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, ട്രസ്റ്റി ഗോപാൽ റാവു എന്നിവർക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനെതിരായ ആരോപണങ്ങളും ഗൗരവത്തോടെ പരിശോധിക്കപ്പെടുകയാണ്. ട്രസ്റ്റിന്റെ അടിയന്തര യോഗം വിളിക്കുകയും ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി ഡോക്ടർ അനിൽ മിശ്രയുടെയും രാജിയെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്യുന്നത് ആരോപണങ്ങളെ അവഗണിക്കാതെ സ്ഥാപന തലത്തിലും നടപടികൾ പുരോഗമിക്കുന്നുവെന്ന സൂചനയാണ്. ഇത്തരം വിഷയങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വ്യക്തമാണ്. ക്ഷേത്രമോ സ്ഥാനമോ സ്വാധീനമോ ആരെയും നിയമത്തിന് മുകളിലാക്കില്ല. അനധികൃത നിർമ്മാണമാണെങ്കിൽ അത് പൊളിക്കും. അഴിമതി തെളിഞ്ഞാൽ അന്വേഷണം നടക്കും. കുറ്റം തെളിഞ്ഞാൽ ശിക്ഷയും ഉറപ്പാക്കും എന്ന സന്ദേശമാണ് ഇപ്പോഴത്തെ ഈ നടപടികളിലൂടെ പുറത്തുവരുന്നത്. ഇതിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ കാണിക്കപ്പണം വകമാറ്റിയ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള അവിനാഷ് ശുക്ലയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസ് നടത്തിയ 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് അതീവ സുരക്ഷാ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതെന്ന് പ്രതി വിവരിച്ചത്. മോഷണം നടത്തുന്നതിനായി തങ്ങൾ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നുവെന്നും കവർന്ന പണം താൽക്കാലികമായി ക്ഷേത്രത്തിലെ ശുചിമുറികളിലാണ് ഒളിപ്പിച്ചിരുന്നതെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചു. മോഷണത്തിൽ കൃത്യമായ പങ്കാളിത്തമുള്ള മറ്റ് 7 പ്രതികളെക്കുറിച്ചും അവിനാഷ് മൊഴി നൽകിയിട്ടുണ്ട്. ചമ്പത് റായുടെ അടുത്ത അനുയായ രാമശങ്കർ എന്ന ടിന്നു യാദവ്, കൗണ്ടിംഗ് ഇൻചാർജ് സുഭാഷ് ശ്രീവാസ്തവ, കൗണ്ടിംഗ് സ്റ്റാഫ് അംഗങ്ങളായ അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, മനീഷ് കുമാർ യാദവ്, രാംശങ്കർ മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നിവരാണ് കേസിൽ ഇതിനകം അറസ്റ്റിലായിട്ടുള്ള മറ്റുള്ളവർ. പണം എണ്ണുന്ന മുറിയുടെ 2 താക്കോലുകളിൽ നിന്ന് ടിന്നു യാദവിന്റെ പക്കലും രണ്ടാമത്തേത് ബാങ്ക് ജീവനക്കാരുടെ പക്കലുമായിരുന്നു പണം എണ്ണുന്ന സമയത്ത് ഒരാൾ പണം മോഷ്ടിക്കുമ്പോൾ മറ്റുള്ളവർ ഇയാൾക്ക് ചുറ്റും മറ തീർക്കുകയായിരുന്നു പതിവ്. ക്ഷേത്ര
സമുച്ചയത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളുടെ കൃത്യമായ സ്ഥാനങ്ങളെക്കുറിച്ച് പ്രതികൾക്കെല്ലാം വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഈ ക്യാമറ കണ്ണുകളിൽ പെടാത്ത സുരക്ഷിത സ്ഥാനങ്ങൾ നോക്കിയാണ് ഇവർ പണം കടത്തിയിരുന്നത്. കൺട്രോൾ റൂമിൽ ഇരുന്ന ജീവനക്കാർ ഇവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കാതിരുന്നതും ഇവർക്ക് തുണയായി. ട്രസ്റ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി പ്രതികൾക്കുള്ള വ്യക്തിപരമായ അടുപ്പം കാരണം ഇവരെ ആരും സംശയിച്ചിരുന്നില്ല. മാത്രമല്ല ഇവരെ ആരും പരിശോധിച്ചിരുന്നില്ല. ഇത്തരത്തിൽ മോഷ്ടിച്ച കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് പ്രതികൾ വീടും ഭൂമിയും വാങ്ങിക്കൂട്ടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആസ്തികളെക്കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ ആളുകൾക്ക് ഈ വലിയ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേസിൽ UP സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതിനും പോലീസിൽ ഔദ്യോഗികമായി FIR രജിസ്റ്റർ ചെയ്യുന്നതിനും മുൻപ് തന്നെ തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ട്രസ്റ്റ് ആരംഭിച്ചിരുന്നുവെന്ന നിർണായക വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 5 തന്നെ അവിനാഷ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ 58 ലക്ഷം രൂപ നേരിട്ട് കണ്ടെടുത്തു. ഇതിനു പുറമെ ബാക്കി തുക ജൂൺ 5 മുതൽ 8 വരെയുള്ള തീയതികളിൽ ബാങ്ക് ട്രാൻസ്ഫറുകൾ വഴി പ്രതികളിൽ നിന്ന് തിരികെ വാങ്ങുകയും ചെയ്തിരുന്നു. വിഷയം നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപ തിരിച്ചുപിടിക്കാൻ ട്രസ്റ്റിന് സാധിച്ചിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിന്റെ പേരിൽ ഹിന്ദുക്കളെ പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ത്രിപുര യൂണിറ്റിന്റെ INC ത്രിപുര അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഹിന്ദുക്കൾ വിഡ്ഢികളാണെന്നും ആർക്ക് വേണമെങ്കിലും പറ്റിക്കാനാകുമെന്നാണ് പറയുന്നത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള അധിക്ഷേപകരമായ പദമാണ് ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ മതത്തിന്റെ പേരിൽ വിഡ്ഢികളാക്കുകയായിരുന്നു. നിങ്ങളെ മതത്തിന്റെ പേരിൽ വിഡ്ഢികളാക്കുകയായിരുന്നു. നിങ്ങളെ വിഡ്ഢികളാക്കുന്നത് തുടരും. മറ്റൊന്നും ചെയ്യാനില്ലാത്ത ആരെയും മതത്തിന്റെ പേരിൽ വഞ്ചിക്കുന്നത് തുടരും എന്നാണ് ഹിന്ദുക്കളെ പറ്റി വീഡിയോയിൽ പറയുന്നത്. കോടിക്കണക്കിന് ഹിന്ദുക്കളെ പരസ്യമായി അപമാനിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ വീഡിയോ. BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി Xൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തോടുള്ള അപമാനമാണിതെന്നാണ് ഭണ്ഡാരി വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് എപ്പോഴും ഹിന്ദുക്കളോട് വിദ്വേഷം പുലർത്തിയിട്ടുണ്ടെന്നും ഈ പോസ്റ്റ് വീണ്ടും ആ ഹിന്ദു വിരുദ്ധ മുഖം തുറന്നുകാട്ടിയെന്നും ഭണ്ഡാരി പറഞ്ഞു. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് ഭക്തർ സമർപ്പിച്ച 200 കിലോഗ്രാം വെള്ളിക്കട്ടികൾ കാണാതായെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം SIT കണ്ടെത്തി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയത്. ട്രസ്റ്റിന്റെ രേഖകളും ലോക്കറുകളും പരിശോധിച്ച ശേഷമാണ് ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന പ്രാഥമിക കണ്ടെത്തൽ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത്. വിശ്വസിന്ദി സേവാ സമാജ് പ്രസിഡന്റ് രാജു മൻദ്വാനി ഉന്നയിച്ച ആരോപണങ്ങളോടെയായിരുന്നു വിവാദത്തിന് തുടക്കമായത്. 2021 8 വെള്ളിക്കട്ടകൾ ആകെ 200 കിലോഗ്രാം ക്ഷേത്രത്തിന് സമർപ്പിച്ചെങ്കിലും അതിന്റെ രസീതോ രേഖകളോ ലഭിച്ചില്ല എന്നായിരുന്നു ആരോപണം. ഇതിന് പിന്നാലെ വെള്ളിക്കട്ടകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടന്നു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് സമർപ്പിച്ച രേഖകൾ പരിശോധിച്ച ശേഷമാണ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് SIT കണ്ടെത്തിയത്. ട്രസ്റ്റിന്റെ നിശ്ചിത നടപടിക്രമ പ്രകാരം ലഭിച്ച വെള്ളിക്കട്ടകൾ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ഉരക്കുന്നതിനായി കൈമാറിയതായും അതിന്റെ രേഖകൾ ട്രസ്റ്റിലും SMPSCLലും ലഭ്യമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ബോക്സ് നമ്പർ 10 മുതൽ 17 വരെ സൂക്ഷിച്ചിരുന്ന വെള്ളിക്കട്ടകൾ ട്രസ്റ്റിന്റെ കസ്റ്റഡിയിലിരിക്കെയാണ് ഉരുക്കിയതെന്ന് രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് അവ സുരക്ഷിതമായ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചതായും SIT സ്ഥിരീകരിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ട്രസ്റ്റിന്റെ സ്റ്റോക്ക് രജിസ്റ്ററുകൾ, സംഭരണ രേഖകൾ, കൈമാറ്റ രേഖകൾ എന്നിവയ്ക്കൊപ്പം 2026 ഏപ്രിൽ 27 മുതൽ ജൂൺ 5 വരെയുള്ള CCTV ദൃശ്യങ്ങളും SIT പരിശോധിച്ചു. ഇതിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വെള്ളിക്കട്ടകൾ കാണാതായി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമായത്. മുംബൈ ആസ്ഥാനമായുള്ള വ്യവസായി അനിൽ വിശ്വകർമ്മ നൽകിയ വെള്ളിമാലയും ഒരു ജോഡി ചരൺ പാദുകങ്ങളും ട്രസ്റ്റിന്റെ പക്കലുണ്ടെന്നും സുരക്ഷിതമായി അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ക്ഷേത്രത്തിലെ സംഭാവനകളുടെ കൈകാര്യം സംബന്ധിച്ച ചില ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നും ചില കേസുകളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തെളിവില്ലാതെ അയോധ്യയും ശ്രീരാമക്ഷേത്രത്തെയും അപകീർത്തിപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിവുകൾ ഹാജരാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടോ എന്നും സംശയവും ശക്തമാകുകയാണ്. രാമന്റെ പേരിൽ ആരെങ്കിലും നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ ഉറപ്പാക്കുക തന്നെയാണ് യഥാർത്ഥ രാമരാജ്യത്തിന്റെ ലക്ഷണം. ക്ഷേത്രമാകട്ടെ, അധികാരമാകട്ടെ, സ്വാധീനമാകട്ടെ, നിയമത്തിനു മുകളിൽ ആരുമില്ല.
കുറ്റം തെളിഞ്ഞാൽ നടപടി ഉറപ്പ്. അതുതന്നെയാണ് ഇന്ന് UP സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.